ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അടുത്തത് ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കാര്യം. മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന മുതലുകൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ചിലവുകൾക്കായി നീക്കിവെക്കുന്ന സ്വഭാവം മുഹമ്മദിനുണ്ടായിരുന്നതായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനോ വേറെ ഏതെങ്കിലും ദാവാക്കാരനോ വാദിക്കുന്നെങ്കിൽ ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. ഇത് സഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 153, അല്ലെങ്കിൽ sunna.com പോയി കഴിഞ്ഞാൽ സഹീഹ് ബുഖാരി 2904 ഹദീസാണ്. ആ ഹദീസ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ്. നരേറ്റഡ് ഉമർ, the properties of Banu al-Nadir which Allah had transferred to his apostle as fair beauty were not gained by the Muslims with their horses and camels. The properties therefore belonged especially to Allah's messenger, who used to give his family their yearly expenditure and spend what remained thereof on arms and horses to be used in Allah's cause. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹദീസിൻ്റെ മലയാളം കൂടി ഇപ്പോൾ നമുക്കൊന്ന് കാണാം. ഉമർ നിവേദനം: അള്ളാഹു തൻ്റെ ദൂതന് കൊള്ളയായി കൈമാറിയ ബനി നദീറിൻ്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ അവരുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് നേടിയെടുത്തതല്ല. അതിനാൽ ആ സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വകയായി തീർന്നു. തിരുമേനി അത് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും ശേഷിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനായി ആയുധങ്ങൾക്കും കുതിരകൾക്കും ചിലവഴിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. സഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 153. ഇനി CN അഹമ്മദ് മൗലവിയുടെ മലയാള പരിഭാഷയുണ്ട്. അതിൽ നിന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. CN അഹമ്മദ് മൗലവിയുടെ മലയാള പരിഭാഷ. ഉമർ പറയുന്നു, തിരുമേനി ബനു നളീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം, അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും പതിവായിരുന്നു. സഹീഹ് ബുഖാരി അധ്യായം 68 ഹദീസ് നമ്പർ 1837. ഇനി ഇത് സുനാനു തിർമിദിയിലുണ്ട്. സുനാനു തിർമിദി അധ്യായം 21 ഹദീസ് നമ്പർ 40 ഞാൻ വായിക്കാം. മാലിക് ഇബ്നു ഔസ് ഇബ്നുൽ ഹദസാനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത് ഞാൻ കേട്ടു. ബനു നദീറിൻ്റെ സമ്പത്ത് അള്ളാഹു തൻ്റെ ദൂതന് യുദ്ധമില്ലാതെ ശത്രു മുതലായി നൽകിയതാണ്. അതിനുവേണ്ടി മുസ്ലിങ്ങൾ കുതിരയെയും ഒട്ടകത്തെയും ഒന്നും ഓടിച്ചിട്ടില്ല. അത് തിരുമേനിക്ക് മാത്രമുള്ളതായിരുന്നു. തിരുമേനി അതിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ ചിലവ് നിർവഹിക്കും. ബാക്കി വരുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യുദ്ധ സജ്ജീകരണം എന്ന നിലയിൽ ആവശ്യമായ കുതിരകളും ആയുധങ്ങളും വാങ്ങാൻ ഉപയോഗിക്കും. സുനാനു തിർമിദി അധ്യായം 21 ഹദീസ് നമ്പർ 40. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ മുഹമ്മദിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് 10-11 ഭാര്യമാരുണ്ട്, പിന്നെ കുറേ വെപ്പാട്ടിമാരുണ്ട്. അതുകൂടാതെ മുഹമ്മദിന് അടിമകളുണ്ടായിരുന്നു. പിന്നെ ഈ ഭാര്യമാർക്കാണെങ്കിൽ അടിമ സ്ത്രീകളുണ്ടായിരുന്നു, അവരുടെ വീട്ടുജോലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ചെറിയൊരു കുടുംബമൊന്നുമല്ല മുഹമ്മദിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ ഒരു വർഷത്തെ ചെലവ് കഴിച്ച്, ഒരു വർഷത്തെ ചെലവിന് ഈ പൈസ തികയുന്നുണ്ട്. ഇവരുടെ ബനു നദീർക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത തോട്ടത്തിൽ നിന്നുള്ള ആ ഉൽപ്പന്നം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഇവരുടെയൊക്കെ ചെലവും, അത് കഴിഞ്ഞ് പിന്നെ കുതിരകളും ഒട്ടകങ്ങളും ആയുധങ്ങളും യുദ്ധായുധങ്ങൾ ഇതൊക്കെ വാങ്ങാനും പറ്റിയിരുന്നു പറയുമ്പോൾ ആ തോട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്ന വരവ്, അതിൻ്റെ ആ പണം എത്രയായിരുന്നു, വരുമാനം എത്രയായിരുന്നു നമുക്ക് ഊഹിക്കാൻ കഴിയും. ബനു നളീറിലെ യഹൂദന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ഈന്തപ്പനത്തോട്ടമാണത്. ബനു നളീർ ഗോത്രക്കാർ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അവരുടെ സ്വത്തുവകകളെല്ലാം മുസ്ലിങ്ങൾ കൈയടക്കുകയാണ് ഉണ്ടായത്. അതിനുവേണ്ടി മുസ്ലിങ്ങൾക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ഈ ബനു നളീർ ഗോത്രക്കാർ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ്, അവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ മുഹമ്മദും കൂടെയുള്ള കൊള്ളക്കൂട്ടവും വന്ന് ഈ ബനു നളീർ ഗോത്രക്കാരുടെ ഈന്തപ്പനത്തോട്ടത്തിലെ ചില ഈന്തപ്പനകളെ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങി. ഇത് അന്ന് വരെ അറബികൾക്കിടയിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കാരണം മരുഭൂമിയിൽ ഭക്ഷണം വളരെ ദൗർലഭ്യമായിരിക്കുന്ന അവശ്യ വസ്തു ആയതുകൊണ്ട് ഭക്ഷണ സാധനത്തോട് വളരെയധികം ബഹുമാനം, പ്രത്യേകിച്ച് ഈന്തപ്പനയോട് വളരെയധികം ബഹുമാനം ഈന്തപ്പഴത്തോടൊക്കെ അവർക്കുണ്ട്. ആ ഭക്ഷണം ഇപ്പോഴും അവർ ഇത്രയും ധനികരായിട്ട് പോലും അവിടെ നിന്ന് അവർ ഈന്തപ്പഴം വെറുതെ കളയാൻ അവർ സമ്മതിക്കുകയില്ല. അവർക്കതൊരു വിഷമമുള്ള കാര്യമാണ്. ഇവരാണെങ്കിൽ മുഹമ്മദും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കകത്ത് കയറിയിരുന്നു. കോട്ടയ്ക്കകത്ത് കയറി കോട്ടവാതിലൊക്കെ അടച്ചു. അപ്പോൾ ഇവർ പുറമെ ഉപരോധമാണ്. ഉപരോധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മറ്റവരുടെ കൈവശം ഇഷ്ടംപോലെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്നില്ല. അപ്പോൾ ഈ മുഹമ്മദ് ചെയ്ത പരിപാടിയാണ് ഈ ഈന്തപ്പനത്തോട്ടത്തിന് തീ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ചില ഈന്തപ്പനകൾ കരിച്ചു കളയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർ ഇനി ഉപരോധമൊക്കെ നിർത്തിയിട്ട് പോയാൽ ഈന്തപ്പനത്തോട്ടം മുഴുവൻ കത്തിച്ച് കളഞ്ഞ് ഉപരോധമൊക്കെ നിർത്തി അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത തോട്ടം ഉണ്ടാക്കി അത് നട്ട് അത് വളർന്ന് വലുതായി വന്ന് എത്ര കൊല്ലം പിടിക്കും, അതുവരെ എങ്ങനെ ജീവിക്കും? അപ്പോൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇട്ടുകൊടുന്ന് പോവുക.
ഇതൊക്കെ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി ഇനി അവിടെ ചെന്ന് പണിയെടുത്ത് ജീവിക്കാം എന്നുള്ള ഇതിൽ ഇവർ ബനൂ നളീർ ഗോത്രക്കാർ മുഹമ്മദിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ തോട്ടവും ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിനക്ക് തരാം, ഞങ്ങളെ ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ അനുവദിക്കണമെന്ന്. മുഹമ്മദ് അത് സമ്മതിച്ചു. ഇതിന് ശേഷമാണ് ബനൂ ഖുറൈദയിലെ സംഭവം നടക്കുന്നത്. അപ്പോൾ ബനൂ ഖുറൈദക്കാരും വിചാരിച്ചത് ഇതുപോലെ തന്നെ മുഹമ്മദ് തങ്ങളെയും വിട്ടുകളയും, ജീവനോടെ പൊക്കോന്നും പറഞ്ഞ് വിടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ കീഴടങ്ങുന്നത്. അപ്പോൾ ഏതായാലും ബനൂ നളീർ ഗോത്രക്കാർ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോവുകയാണ്, അവരെ അങ്ങ് പുറത്താക്കുകയാണ് അവിടെ നിന്ന്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ്. നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ചു വന്നിരുന്ന ഈ ബനൂ നളീർ ഗോത്രക്കാർ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്നു. ഇവരെല്ലാം അറബികളാണ്. പിന്നീട് ഏതോ ഒരു കാലത്ത് ഇവർ യഹൂദ വിശ്വാസം സ്വീകരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ യഹൂദന്മാരുടെ ആ 12 ഗോത്രങ്ങളിൽ പെട്ടവരല്ലാട്ടോ ഇവർ. അതല്ല, ഇവരവിടെയുള്ള അറബികൾ അവർ യഹൂദ വിശ്വാസം സ്വീകരിച്ച് യഹൂദ മതാനുസാരികളായി യഹൂദ മതക്കാരായിട്ട് യഹൂദ വിശ്വാസം പിൻപറ്റി അവിടെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ പൂർവികരെന്ന് പറയുന്നത് അവിടെ തന്നെയാണ്, നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന ആളുകളാണ്. മുഹമ്മദ് ഉണ്ടാക്കിയ പുതിയ മതത്തിൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് സഹസ്രാബ്ദങ്ങളായി തലമുറയായി അവിടെ ജീവിച്ചു വന്നിരുന്ന ഈ അറബികൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അപ്പം അങ്ങനെ അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബനൂ നളീർ ഗോത്രക്കാരെ ഓടിപ്പിച്ച് കളയാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, വാൾ ഉയർത്തേണ്ടി വന്നില്ല. കാരണം ഈന്തപ്പനത്തോട്ടത്തിന് തീയിടുകയാണല്ലോ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങളുടെ കുതിരകളെ ഓടിച്ചില്ല, നിങ്ങളുടെ ഒട്ടകങ്ങളെ ഓടിച്ചില്ല, നിങ്ങൾ വാളെടുത്തില്ല, നിങ്ങൾ അമ്പ് ചെയ്തില്ല, നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്യാണ്, ഈ ഇതിന് സാധാരണഗതിയിൽ കിട്ടുന്നത് ഇവർ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നതെല്ലാം വിഭജിക്കുകയാണ്. മുസ്ലിം പടയാളികൾക്കിടയിൽ വിഭജിച്ചു കൊടുക്കും. കുതിരപ്പടയാളികൾക്ക് ഇത്ര ഓഹരി, കാലാൾ പടയാളികൾക്ക് ഇത്ര ഓഹരി, ഇവർക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക, യുദ്ധത്തിൽ ഇതാകുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ മുറിവ് പറ്റിയവരെ ശുശ്രൂഷിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്ര ഓഹരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കും. പക്ഷേ ഈ കേസിൽ മാത്രം അതൊന്നും കൊടുത്തില്ല. മുഹമ്മദ് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ മുഹമ്മദ് അങ്ങ് ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്, ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുകയാണ്. ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വില്ലന്മാരായ കൊള്ളസംഘ തലവന്മാർ ഇതുപോലെയുള്ള വല്ല കേസുകളൊക്കെ വരുമ്പോൾ അനുയായികൾക്ക് ഒന്നും കൊടുക്കാതെ എല്ലാം ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുന്നത്. ഏതാണ്ട് അതുപോലൊരു സംഗതിയാണ് ഈ ബനൂ നളീർ ഗോത്രക്കാരുടെ കാര്യത്തിൽ മുഹമ്മദ് അവലംബിച്ചത്. മക്കയിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന മുഹമ്മദിന് മദീനയിൽ അഭയം കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രമേ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ ചെയ്തിട്ടുള്ളൂ. യഹൂദന്മാർ ചെയ്ത ആ ഒരു തെറ്റുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര തെറ്റായിപ്പോയി. ചെറിയ തെറ്റൊന്നുമല്ല, വളരെ വലിയൊരു തെറ്റാണ്. കാരണം അവർ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെടുക, അവരവിടെ നിന്ന് പുറത്താക്കപ്പെടുക മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണ്ട, ആ ഒരു കൂട്ടരെ മാത്രം എന്ന് വെച്ച് വിടാം. പക്ഷെ അതിനുശേഷമാണ് മുഹമ്മദ് അങ്ങ് പ്രാബല്യം പ്രാപിക്കുന്നതും ചുറ്റുപാടുള്ളവരൊക്കെ കീഴടക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതം പിന്നീട് വലിയ സംഘടിത ശക്തിയായിട്ട് രൂപപ്പെടുകയും ഇന്നും, അന്ന് മാത്രമല്ല, അന്നത്തെ യഹൂദന്മാർ മാത്രമല്ല, ഇന്നത്തെ യഹൂദന്മാരും പിന്നെ ബാക്കിയുള്ള ആളുകൾ, ആ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ബുദ്ധന്മാരാകട്ടെ, സിഖുകാരാകട്ടെ, ജൈനന്മാരാകട്ടെ, പാർസികളാകട്ടെ, ലോകത്തിലുള്ള വേറെ എല്ലാ മതക്കാരും ഇന്ന് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അന്ന് അവർ അന്ന് മക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അഭയം കൊടുത്തതുകൊണ്ടാണ്. മുഹമ്മദ് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ത്വായിഫുകാർ പറഞ്ഞു നിന്നെ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അവരവനെ സ്വീകരിച്ചില്ല, മുഹമ്മദിനെ അങ്ങോട്ടേക്ക് എടുത്തില്ല. പക്ഷേ ഈ മദീനയിലുള്ള യഹൂദന്മാർ, അവർ മനസാക്ഷിയുള്ളവർ, യഹൂദന്മാർ പൊതുവെ മനസാക്ഷിയുള്ളവരും മറ്റുള്ളവരോട് വളരെ കാരുണ്യം കാണിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് മുഹമ്മദിനോട് ഈ കാരുണ്യം കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലം ഇന്ന് എല്ലാവരും അനുഭവിക്കുകയാണ്. അഭയാർത്ഥിയായി വന്നവൻ അവകാശിയായി തീരുകയും പിന്നീട് അധികാരിയായി മാറുകയും ചെയ്യും എന്നിവർ പ്രതീക്ഷിച്ചില്ല. അത് മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിച്ചില്ല. ഇന്നും ലോകത്ത് അത് തന്നെയാണ് കേട്ടോ, ഈ തന്ത്രം തന്നെയാണ് എടുക്കുന്നത്. അഭയാർത്ഥിയായിട്ട് അങ്ങോട്ട് ചെല്ലും, അഭയാർത്ഥിയായി ചെന്നതിന് ശേഷം പിന്നെ അവർ അവകാശം പറയാൻ തുടങ്ങും. അവിടെ ഞങ്ങൾക്ക് ശരിയായ നിയമം വേണം, ഞങ്ങൾക്ക് ഇത് വേണം, പള്ളികളുടെ മുമ്പിൽ കുരിശ് കാണില്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം, പിന്നെ പോർക്ക് വിളമ്പാൻ പാടില്ല, അത് ഞങ്ങളുടെ ഇതിനെതിരാണ്, അപ്പോൾ അതുകൊണ്ട് ഹലാലായ ഭക്ഷണം മാത്രമേ വിളമ്പാൻ പാടൂ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഓരോരോ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കും. ഈ അവകാശമൊക്കെ അനുവദിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്തത് അവർ അവിടുത്തെ അധികാരിയായിട്ട് മാറും. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ചുരുക്കി സംക്ഷേപിച്ച് പറഞ്ഞാൽ, ലോകം മുഴുവൻ വ്യാപിച്ചതിൻ്റെ, അതായത് ആധുനിക യുഗത്തിൽ. പണ്ടത്തെ അല്ല, പണ്ട് യുദ്ധം ചെയ്താണ്, കഴുത്തിന് വാൾ വെച്ച് മതം മാറിക്കോ അല്ലെങ്കിൽ തട്ടിക്കളയോ എന്ന് പേടിപ്പിച്ചിട്ടാണ് മതം മാറ്റിയത്. ഇന്ന് അതല്ല, ഇന്ന് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇവർ മതം മാറ്റാൻ, ആളുകളെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥിയായിട്ട് ചെല്ലും, അവകാശിയായി തീരും, പിന്നീട് അധികാരിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ അവകാശികളാക്കാതിരിക്കുക. ഇവരെന്തെങ്കിലും അവകാശം പറഞ്ഞാൽ അതൊന്നും പറ്റുകയില്ല. അത് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു.
പുട്ടിൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു പോക്കോ, നിങ്ങളുടെ മുസ്ലിം രാജ്യം ഉണ്ടല്ലോ, അവിടെ ശരീഅത്ത് നിയമം ഉണ്ടാവും, അവിടെ ഹലാൽ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് പോക്കോ. ഇത് റഷ്യയാണ്, ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ കൾച്ചർ ഇതൊക്കെ പിൻപറ്റിയേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയാനുള്ള നട്ടിൽ യൂറോപ്പിലെ മറ്റ് ഭരണാധികാരികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ അനുഭവിക്കുന്നുണ്ട്, ഫ്രാൻസ് അനുഭവിക്കുന്നുണ്ട്, സ്വീഡൻ അനുഭവിക്കുന്നുണ്ട്, നോർവേ അനുഭവിക്കുന്നു, ഡെൻമാർക്ക് അനുഭവിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് അഭയാർത്ഥികളെ സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അബ്ദുൽ നാസർ മീരാനെയും സകല ദാവാക്കാരെയും വെല്ലുവിളിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം ഇത് നുണയാണെന്ന് തെളിയിക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം. ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, പുറമേ നിന്നുള്ളതൊന്നുമല്ല. അത് നുണയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ചോ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.